സസ്യലോകത്തിന് ഇപ്പോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാസ്ത്രകാരന്മാരുടെ തെറ്റായിട്ടുള്ള ഒരു പ്രചരണമുണ്ട്. വികാര, വിചാര, വിദ്വേഷ, വിപരീത വൈരാഗ്യങ്ങളെല്ലാം സസ്യലോകത്തിനുണ്ടെന്ന്. ഒന്നുമില്ല. ഉം. അണ്ഡവും ബീജവും ഒരു ചെടിയിൽ തന്നെ ഉണ്ടെങ്കിലും അതിനെ ചേർത്ത് വെക്കാനുള്ള ശേഷി അതെ. സസ്യലോകത്തിനില്ല. ഇല്ല. നട്ടവനെയും നട്ടം തിരിഞ്ഞെത്തുന്നതിനെയും വെട്ടാൻ നിൽക്കുന്നവനെയും ഒന്നും തിരിച്ചറിയാനുള്ള ശേഷി ഇല്ല. സസ്യലോകത്തിനില്ല. ഉം. അപ്പൊ അങ്ങനെയുള്ള ആ സസ്യലോകം എല്ലാവരെയും ഒരുപോലെ കാണുന്ന, എല്ലാവർക്കും ഒരുപോലെ ഫലം കൊടുക്കുന്ന, എല്ലാവർക്കും ഒരുപോലെ തണൽ കൊടുക്കുന്ന, എല്ലാവർക്കും ഒരുപോലെ ശൈത്യത്തെ കൊടുക്കുന്ന, താപത്തെ തടുക്കുന്ന, അതായത് സഹസ്രപാദനാണ് ഈ അഗ്നി, ഉം. പരബ്രഹ്മം, സൂര്യൻ. ആ സഹസ്രപാദത്തെ സഹസ്ര ശീർഷത്താൽ തടുക്കുന്ന പത്രികകളോട് കൂടിയിട്ട് ആകാശത്തിന്റെ ഗുണത്തെയും ചേർത്ത് വെച്ച് ആ ആകാശത്തിന്റെയും അഗ്നിയുടെയും രഞ്ജിത രജോ ഗുണത്താൽ ദൈവഗണം എന്ന് പറയുന്ന കണത്തിൽ ജനിക്കുന്നതാണ് രജോ ഗുണശാലികളായിട്ടുള്ള ജന്തുലോകം. നമുക്ക് ജീവിക്കണമെങ്കിൽ പുര വേണം, ഒരു മറ അതെ. വേണം, ഒരു മരത്തിന്റെ ചുവട് വേണം അതെ. നമുക്ക് വിശ്രമിക്കണമെങ്കിൽ. നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നിത്യവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷലോകത്തിന്റെ താഴെയാണ് നമ്മൾ ഇങ്ങനെ പോയിട്ട് കൂളായിട്ടിരിക്കുന്നത്. അതെ. ആ ശൈത്യ ഗുണത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്.